സംസ്ഥാന സ്കൂൾ വേദിക്ക് പുറത്തെ ഒരു ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച എന്നത് കൊടിമരമാണ്. ഇവിടെ പതാക ഉയർത്തിയോട് കൂടിയാണ് കലാമേളകൾക്ക് തുടക്കമായത്. ഒരു സെൽഫി പോയിന്റ് കൂടി ആയി ഇത് മാറിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നത് ഒരു വീണയുടെ ആകൃതിയിൽ ഇത് രൂപപ്പെടുത്തി എന്നതാണ്. ഒരു അധ്യാപകന്റെ ചിന്താ കഴിവാണ് ഇതിനു പിന്നിൽ. തിരുവനന്തപുരം സ്കൂളിലെ തന്നെ ഒരു ജില്ലയിലെ തന്നെ ഒരു അധ്യാപകനാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ആ അധ്യാപകൻ തന്നെ എനിക്കൊപ്പം ചേരുന്നു, വില്യം പനിപ്പച്ച. അതെ, ഏതായാലും നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് എത്തിയത്? കാരണം ഇപ്പോൾ ഇവിടെ സെൽഫി പോയിന്റ് ആണ്. ഇവിടെ വന്നെത്തുന്ന ആളുകളൊക്കെ തന്നെയും ഇവിടെ വെച്ചാണ് ഫോട്ടോ എടുക്കുന്നത്. അതിനുശേഷമാണ് ഈ പരിപാടി കാണാൻ പോകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ തുടക്കം മുതൽ തന്നെ ആ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ അധ്യാപകനോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഇത്തരത്തിലൊരു ഐഡിയയിലേക്ക് എത്തിയത്? കാരണം സാധാരണ കാണുന്ന കൊടിമരത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഒരു മനോഹരമായ വീണയ്ക്ക് മുകളിൽ കലോത്സവത്തിന്റെ കൊടി പാറുന്നത്. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തുന്നത്? ഈ ആശയം വരുന്നത് ഞാനല്ല, ശരി പറയാൻ തീർച്ചയായും DD അവരുടെയൊക്കെ ഒരു ആശയമാണ്. അത് നമ്മുടെ ഭാരതീയ കലാരൂപങ്ങളിലെ സംഗീത രൂപങ്ങളിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളതാണ്, പ്രാചീനമായിട്ടുള്ളതാണ് വീണ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ പതാക ഉയർത്തുക, കൂടാതെ തിരുവനന്തപുരത്ത് എത്തുന്ന സംസ്ഥാനത്തുടനീളം എത്തുന്ന കുട്ടികൾക്ക് സാധാരണ വെറും ഒരു കൊടിമരത്തേക്കാളും എന്തെങ്കിലും അവരുടെ മനസ്സിൽ കാണുന്ന കാഴ്ചകൾ, നിറങ്ങളിൽ ഇവിടെ ഉണ്ടാവണം എന്നുള്ളൊരു ആശയമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്. അപ്പോൾ കൊടിമരം തന്നെ, വീണ തന്നെ കൊടിമരമായിട്ട് മാറണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്. 15 അടി ഉയരത്തിലാണ് ഈ ഒരു വീണ നമ്മൾ ചെയ്തിട്ടുള്ളത്. 15 അടി ഉയരത്തിൽ ചെയ്യുന്നതിന് ചുറ്റിലും നിഹാരിക ആർട്ട് സ്റ്റൈലിലുള്ള ശില്പങ്ങൾ വേണമെന്ന് നമ്മുടെ DP ഷാനവാസ് സാർ പറയുണ്ടായി. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് 5 അടി പൊക്കത്തിൽ തെർമോക്കോൾ കൊണ്ട് ഇതിൽ ചുറ്റിലും നമ്മൾ ശില്പങ്ങൾ ചെയ്തത്. കൂടാതെ നമ്മുടെ ചിത്രകല അധ്യാപക കൂട്ടായ്മയിലെ അധ്യാപകരുടെ എല്ലാവരുടെ ഒരു ആശയം പിന്നെ നമ്മൾ നേതൃത്വം കൊടുത്ത് താഴത്തെ പോസ്റ്റിൽ എത്രയും തിരുവനന്തപുരത്തിൻ്റെ പൈതൃകം ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ലൈൻ ഡ്രോയിങ് ആയിട്ട് തെർമോക്കോളിൽ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൾട്ടിവുഡിൽ ലൈൻ ഡ്രോയിങ് ആയിട്ട് നമ്മൾ ചെയ്തത്. അത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഏതെങ്കിലും കുട്ടികൾ വന്ന് കാണുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് എവിടെ പോകണം, കലോത്സവത്തിന് വരുന്ന കുട്ടികൾക്ക് ഒരു ഇൻഡിക്കേഷൻ എന്ന ലെവലിലാണ് ഈ രൂപങ്ങളെല്ലാം ചെയ്തത്. നമ്മുടെ സെക്രട്ടേറിയറ്റ്, നിയമസഭ, തുറമുഖം, വിഴിഞ്ഞം തുറമുഖം, ടെക്നോ പാർക്ക്, കനകക്കുന്ന്, ശംഖുമുഖം, വേളിയിട്ട്, ഡബിൾ ഡെക്ക് ബസ്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ എവിടെ പോകണമെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ചിത്രങ്ങൾ കണ്ടാൽ മതി. ഏതായാലും മാഷ മുഖത്ത് ആ സന്തോഷമുണ്ട്. കാരണം ഇവിടെ വന്ന് നിൽക്കുന്ന ആളുകളൊക്കെ ആദ്യം സെൽഫി എടുത്തിട്ടാണ് പരിപാടി കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കടക്കുന്നത് അല്ലേ? ഒത്തിരി സന്തോഷം. ഇവിടെ അവർക്ക് അവരുടെ ഓർമ്മയായിട്ട് 61ാം സംസ്ഥാന കലോത്സവം ഇവിടെ നടക്കുമ്പോൾ അവരുടെ ഓർമ്മയ്ക്കായി ഈ ഒരു രൂപം കൂടെ ഇതിൻ്റെ പുറകിൽ വരുന്നതിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഞങ്ങൾ എൻ്റെ ടീമിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷമുണ്ട്. വളരെ നന്ദി പക്ഷേ ഏതായാലും വലിയ സന്തോഷത്തിലാണ് വില്യം പനിപ്പിച്ച. കാരണം ഏറെ നാൾ പണിയെടുത്തിട്ടാണ് ഒരു കൊടിമരം മനോഹരമായ ഒരു രൂപത്തിൽ പണിതെടുക്കുന്നത്. അത് മാഷ് തന്നെ കാണുകയാണ്. മാഷ് മുമ്പിൽ കൂടി വന്നാണ് ആളുകൾ സെൽഫി എടുക്കുന്നു, ചിത്രങ്ങൾ എടുക്കുന്നു, മടങ്ങുന്നത്. അതിൻ്റെ സന്തോഷം കൂടിയാണ് അധ്യാപകനായ വില്യം പനിപ്പിച്ച പങ്കുവെച്ചത്. അങ്ങനെ വിവിധ കാഴ്ചകൾ കൊണ്ട് മനോഹരമായി മാറിയിരിക്കുകയാണ് ഈ പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയം.